فإذا جاءت الصاخة يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. അതുപോലെ തന്നെ ഹജ്ജ് ഒരുത്തന്നെ കഴിയുന്ന അവസ്ഥയുണ്ടായി. പല ആളുകളും വയസ്സാവട്ടെ എന്ന് വിചാരിച്ച് നിൽക്കലാണ്. അക്കൗണ്ടിലാകട്ടെ അല്ലെങ്കിൽ വീട്ടിലാകട്ടെ കെട്ടുകണക്കിന് പണം ഉണ്ടാവും. ഒരു പ്രയാസവുമില്ലാതെ ഹജ്ജ് ചെയ്യാനുള്ള എമൗണ്ട് അവൻ്റെ കയ്യിലെത്തിയിട്ടുണ്ടാവും. പക്ഷെ അവൻ വിചാരിക്കും ഇപ്പോൾ ഹജ്ജ് ചെയ്താൽ എല്ലാം പാപങ്ങളൊക്കെ പുറത്തു കിട്ടും, പിന്നെയും ജീവിതം കെടുക്കല്ലേ, അപ്പോൾ ആ പാപങ്ങൾ എന്ത് ചെയ്യും? മനസ്സിലാവുണ്ടോ? മൂപ്പര് ഹജ്ജ് ചെയ്യണത് തന്നെ പാപം പുറത്തിട്ട് പുതിയൊരാളാവണം എന്നുള്ളതല്ല. ഹജ്ജ് ചെയ്താൽ പാപം ഇപ്പോൾ ക്ലീനാവും, ബാക്കി ലൈഫിലെ പാപങ്ങൾ ആര് കൊണ്ടുപോകും? അത് വിചാരിച്ചിട്ടാണ് മൂപ്പര് ഹജ്ജ് തന്നെ ചെയ്യാത്തത്. പാപം ചെയ്യുന്ന ഉറപ്പിച്ചിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? മരിക്കണതിൻ്റെ തലേ ദിവസം പോയിട്ട് ഹജ്ജ് ചെയ്യുക. അതാണ് എന്ത് ലാഭം. അങ്ങനെ കാത്തുവെച്ച് അവനറിയാതെ അവൻ മരണപ്പെടും. അതല്ലെങ്കിൽ ഒരു നഷ്ടം വന്നു, അവൻ കാത്തുവെച്ച പണം മുഴുവൻ നഷ്ടപ്പെട്ടു. അവൻ്റെ മേൽ ഹജ്ജ് നിർബന്ധമായ സമയത്ത് അവൻ എന്ത് ചെയ്തിട്ടില്ല? അത് ചെയ്തിട്ടില്ല. അനാവശ്യമായ അത് വൈകിപ്പിക്കൽ നമുക്ക് പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? അനാവശ്യമായി അത് വൈകിപ്പിക്കൽ പാടില്ലാത്തതാണ്. കഴിവുണ്ടോ ഹജ്ജ് ചെയ്യുക. കഴിവുണ്ടെങ്കിൽ അവൻ, കഴിവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് എന്തല്ല? നിർബന്ധമല്ല. കഴിവുണ്ടോ? ഇനി ഇസ്തതഅത ഇലൈഹി സബീല, എനിക്ക് കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ കാര്യമാണ്. ഒരുപാട് നാളുകൾ വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ആളുകളുണ്ടാകും. അതിനി ഏത് നാട്ടിലാകട്ടെ, ദുബായ് ആകട്ടെ, അല്ലെങ്കിൽ സൗദി ആകട്ടെ, ഖത്തറാകട്ടെ, അവിടെ നിന്നൊക്കെ ബസ്സിന് കയറിയാൽ ഹജ്ജിന് പോകാൻ പറ്റും. ബസ്സിന് കയറി ഹജ്ജിന് പോകാൻ പറ്റും. എന്നിട്ട് ഇന്നേ വരെ അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാത്ത ആളുകളുണ്ട്. മക്കയിൽ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ട് ഉംറ ചെയ്യാത്ത ആളുകളുണ്ട്. മക്കയിൽ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ട് ഉംറ ചെയ്യാത്ത ആളുകളുണ്ട്. മക്കയിലൂടെ അവൻ്റെ വാഹനം കടന്നു പോകും, പക്ഷേ അവനെന്ത് ചെയ്യില്ല? കാബയിലേക്ക് പോയി ഒന്നും ഉംറ ചെയ്യില്ല. അങ്ങനെയുള്ള മനുഷ്യർ ജീവിച്ചിരുന്നത് എനിക്കറിയാം. അൽഹംദുലില്ലാ, അവർക്ക് അതിനുശേഷം ഹിദായത്ത് കിട്ടുകയും അതിന് അനുഭവങ്ങൾ നമ്മളോട് പറയുകയും ചെയ്തു. ഇത്ര കാലം അവിടെ ഉണ്ടായിട്ട് ഞാനെന്ത് ചെയ്തിട്ടില്ല? ഒരു ഉംറ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ എൻ്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ സമയം അവസാനിക്കുന്നതിന് മുമ്പ് അതെന്ത് ചെയ്യുക? അത് ചെയ്യുക. ഹജ്ജിന് കഴിവുന്നുണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്യുക. അതിനുവേണ്ടി ബുക്ക് ചെയ്യുക. അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഹജ്ജ് 1-2 മാസങ്ങൾക്കുള്ളിൽ ഹജ്ജ് എന്തായി? നമ്മളുടെ മുന്നിലെത്തി. അതിനെങ്ങനെയാണോ ചെയ്യാൻ കഴിയുന്നത് അതിന് കഴിയുന്നവർ ചെയ്യുക. കഴിയാത്തവർ നിർബന്ധമില്ല. കഴിയുന്നവർക്കത് നിർബന്ധമാണ്. സൗദിയിലുള്ള ആളുകൾ, അവർക്ക് പല കാര്യത്തിനും പൈസ ഉണ്ടാകും, ഹജ്ജിന് പൈസ ഉണ്ടാവില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പൈസ ചിലവാക്കേണ്ട വിഷയത്തിൽ ചിലവാക്കുക. അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് അത് ചെയ്യുക.